എന്നാ പറ്റി? വണ്ടിക്ക് എന്നാ പറ്റി? അറിയില്ല ഏട്ടാ, ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വന്നപ്പോ പെട്ടെന്ന് വണ്ടി നിന്നു പോയി. ഇവിടെ വർഷാപ്പ് പോലും ഉണ്ടാ? വർഷാപ്പ് ഒന്നുമില്ല കേട്ടോ, ഒരു സൂപ്പർ മെക്കാനിക്കിനെ അറിയാം. പുള്ളി വിളിച്ചാ വെളിപ്പുറത്ത് വരും. എന്നാ ഒന്ന് വിളിക്കാവോ? വലിയ ഉപകാരമായനെ. അതിനെന്താ, വിളിക്കാലോ. ഹലോ, ഞാൻ തന്നെ. എണ്ണയൊക്കെ അടിച്ചായിരുന്നല്ലോ അല്ലേ? ചേട്ടൻ എവിടെയുള്ളത്? കണ്ടിട്ടില്ലല്ലോ ഇതിനു മുമ്പ്. ഞാൻ കുമ്പള LP സ്കൂൾ വരെ പോന്നു. അവിടെ എന്ത് പരിപാടി? ഞാൻ അവിടുത്തെ പുതിയ അധ്യാപകനാ. സാറാണോ? മുണ്ട് ഓൾറെഡി അഴിച്ചിട്ടിട്ടുണ്ട് ചേട്ടാ. ഇരുന്നു അതൊന്നും കുഴപ്പമില്ല. കുറച്ച് പ്രശ്നമാണല്ലോ സാറേ. സ്കൂട്ടർ വയറുണ്ടോ കയ്യിൽ? അയ്യോ, സ്കൂട്ടർ അല്ല ഏട്ടാ, ബൈക്ക്. സാറേ, ഈ തിരിക്കുന്ന സാധനമില്ലേ, മറ്റേ സ്കൂട്ടർ വയർ. സ്ക്രൂ ഡ്രൈവർ അതല്ലേ ഉദ്ദേശിച്ചത്? അതെ. ഓ, അത് ഇംഗ്ലീഷ്. മലയാളത്തിൽ നമ്മള് സ്കൂട്ടർ വയർ എന്ന് തന്നെ പറയുന്നത്. എന്താണ് ഈ തിരിക്കുന്ന സാധനമല്ലേ ഇട്ട്? സുഹൃത്തെ, ഞാൻ അങ്ങനെ പറഞ്ഞല്ല, ഞാനൊരു അറിവ് പങ്കുവെച്ചതാ. സുഹൃത്ത് നോക്കിക്കോളൂ. എന്റെ മൽഹാം പോയതാണെന്ന് തോന്നുന്നേ. അടിച്ചു. തോടെ ധർമ്മേ ഹോ ജായേ ഭായിജാൻ, ഖുദാ ഹാഫിസ്. ഓ, ഹിന്ദി സാറായിരിക്കും. സാറാ ഗെറ്റപ്പ് ഗിരീഷ് ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ. കണ്ട് പണ്ടൊക്കെ പിന്നെ ഇവിടെ നിൽക്കുന്ന പോയി ചോദിക്കും. ഈ മട്ടനെ പറ്റി ചിന്ത ചെയ്ത് 4000 പിടിയാം. എന്താടാ ഇവിടെ? സാർ ചോദിച്ചിട്ടില്ല എന്താണ് ഇവിടെ? വെറുതെ കാറ്റ് കൊള്ളാനല്ലേ? കഴിഞ്ഞ തവണ പിടിച്ചപ്പോ നീ ഡോക്ടറായിരുന്നു. അതിന് മുമ്പ് പിടിച്ചപ്പോ നീ CBI. ഇപ്പൊ എന്താണ് നിന്റെ വേഷം? ഇന്ന് നാടൻ വേഷം. എടാ, നീ ഗെറ്റപ്പ് മാറി ഞങ്ങടാ സാറിന്റെ പേരെന്തായിരുന്നു? ദുരന്തർ ദിനേശിനെയും ഈ പത്താൻ സാബുനെയും പറ്റിച്ച് നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നീ കഴിഞ്ഞ ആഴ്ച പച്ചവെള്ളത്തിന് പച്ചക്കറ പിള്ളേരെ പറ്റിച്ചു പോയാലാണ്. അപ്പൊ പച്ചവെള്ളത്തിന് പച്ചക്കളറല്ലേ സാർ? സാബു? യെസ് സാർ. നേരെ പറ്റിയാണ് ഇറങ്ങിയ സാറേ. ഞാൻ ഈ സാറിന്റെ വണ്ടി ഇങ്ങനെ ഓഫായി പോയെന്ന് പറഞ്ഞപ്പോ ഒരു ഹെൽപ്പ്. ഏത് സാർ? ഏതിനാ? ഈ സാർ മസ്സലാം ദുരന്തർ ഭായ്, മസ്സലാം. മുസാഫിർ അലി ജിന്ന കച്ചവടക്കാരൻ. പടക്കോലടാ, ബോംബ്. ഓ മൈ ഗോഡ്, ഇയാളാ? ബോസേനോട് സാറാന്നല്ലേ പറഞ്ഞേ? സാറേനോട് സാറാന്നാണ് പറഞ്ഞത്. എനിക്കറിയാൻ പാടില്ല. അമ്മ വിളിക്കുന്നുണ്ടോ? റേഷൻ കടയിൽ പോകണ്ട. അങ്ങനെയാണ്. എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. എന്റെ പാർട്ട്ണറായിരുന്നു സ്കൂളിൽ, LP സ്കൂളിൽ. ഡോക്ടറാന്ന് പോലത്തെ കേസൊന്നും അല്ലാന്ന്. LP സ്കൂളിൽ ബോംബ് ക്യാമറ ഇയാളാ. സത്യസന്ധമായിട്ട് സത്യമായിട്ട് വന്നാ റേഷൻ മേടിക്കാൻ ഇറങ്ങിയ റേഷൻ കടയിൽ അടുത്ത ബോംബ് വെക്കാൻ പ്ലാൻ ചെയ്തു. ഇയാള് പറട്ടാ സാറേ, ഞാൻ മുംബൈയിൽ നിന്ന് കൂട്ട് വന്നത്. കറുത്ത ചുമ്പാക്ക അവിടെ വിട്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അലക്കിയ പോലും ഇല്ല, കുടുങ്ങി. ഈ ലോകം ഇങ്ങനെ ഉരുണ്ട് കിടന്നിട്ടും, ഇന്ത്യ ഇത്ര നീണ്ടു കിടന്നിട്ടും നീ ഈ ദുരന്തർ ദിനേശിന്റെയും പത്താൻ സാബുവിന്റെ അടുത്ത് വന്ന് വെട്ടല്ലോടെ മോനെ. സാബു സാർ, പിടിച്ചു വണ്ടി കേട്ടേ വരെ. യെസ് സാർ.